श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम राम सीताभिराम जय। श्रीराम राम राम लोकाभिराम जय। श्रीराम राम राम लोकाभिराम जय। ആരണ്യകാണ്ഡം ആരംഭം. ആദ്യം തന്നെ തൻ്റെ കിളിയെ വിളിക്കുകയാണ് എഴുത്തച്ഛൻ. ബാലികേ ശുകകുലമൗലികേ, തത്തകളുടെ കുലത്തിന് മൗലിയായിട്ടിരിക്കുന്ന, അതിൽ ഏറ്റവും ശ്രേഷ്ഠയായിരിക്കുന്ന ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടു മടിയാതെ. എന്താണ് പറയേണ്ടത്? നീലനീരത നിഭൻ. നീലനീരതം മേഘം, കാർമേഘത്തിന് നിഭം എന്നാൽ തുല്യമായിട്ടുള്ള, നിർമ്മലൻ നിരഞ്ജനൻ, നീലനീരജദള ലോചനൻ. നീലനീരജം എന്നാൽ താമര, നീലത്താമരയുടെ ദളം പോലെയുള്ള കണ്ണുകളോടുകൂടിയ ആ നാരായണൻ. നീലലോഹിത സേവ്യൻ, നീലലോഹിതനായ പരമശിവനാൽ സേവിക്കപ്പെടുന്ന നിഷ്കളൻ, നിത്യൻ, പരൻ, കാലദേശ അനുരൂപൻ, ഓരോ കാലത്തിനും ദേശത്തിനും അനുരൂപനായിട്ടുള്ള അവതാരങ്ങളെടുത്ത് വരുന്നവൻ, കാരുണ്യനിലയനൻ, പാലനപരായണൻ, തൻ്റെ ഭക്തന്മാരെ, തൻ്റെ സൃഷ്ടികളെയെല്ലാം പാലിക്കുന്നതിൽ അത്രയും ശ്രദ്ധയോടുകൂടിയവൻ. അങ്ങനെയുള്ള പരമാത്മാവ് തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ച്, ഏത് ഭഗവാൻ ഏത് ദേവൻ്റെ കഥയും രസമാണ്, അതിൽ ശ്രീരാമചരിതം അതിലും വിശേഷമാണ്. സാരമായൊരു മുക്തി സാധനം രസായനം, അത് നമുക്ക് മുക്തിയെ തരുന്ന ഒരു രസായനമാണ്. ഭാരതീ ഗുണം തവ പരമ അമൃതമല്ലോ. ഇവിടെ തത്തയോട് പറയുകയാണ്, അല്ലയോ തത്തേ, ഭാരതീ ഗുണം, വാക്കുകളങ്ങനെ അനർഗളം പ്രവഹിക്കുക എന്ന തവ പരമ അമൃതം, അത് സിദ്ധിയായിട്ട് കിട്ടിയിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് പാരാതെ പറക എന്നു കേട്ട് പൈങ്കിളി ചൊന്നാൾ. അങ്ങനെ കിളിപ്പൈതൽ വീണ്ടും കഥ പറയാൻ പോവുകയാണ്. ഫാലലോചനൻ, ഫാലം നെറ്റിത്തടം, നെറ്റിത്തടത്തിൽ ലോചനം കണ്ണുള്ളവൻ പരമശിവൻ. പശുപതി ബാലശീത അംശുമൗലി, ബാലശീതാംശു എന്നാൽ ചന്ദ്രൻ, ചന്ദ്രനെ തൻ്റെ ജടയിൽ തിരുകിയവൻ ഭഗവാൻ പരാപരൻ. പ്രാലേയ അചല മകളോട്, പ്രാലേയ അചലം എന്നാൽ ഹിമവാൻ, ഹിമവാന്റെ മകളോട് പാർവതിയോട് ഇപ്രകാരം അരുൾ ചെയ്തിടിനാൻ. ബാലികേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ, രാമനാം പരമാത്മാവ് ആനന്ദരൂപൻ, ആത്മാരാമൻ, അദ്വയൻ, ഏകൻ, അവ്യയൻ, അഭിരാമൻ. ഇങ്ങനെയുള്ള ശ്രീരാമചന്ദ്രൻ അത്രിതാപസപ്രവര ആശ്രമേ, താപസന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ മുനിയുമായി എത്രയും സുഖിച്ച് വാണിയിടിനാൻ. അങ്ങനെ ഒരു ദിനം പ്രത്യുഷസി ഉത്ഥായ, നേരം പുലർച്ചെ, ഉഷസി ഉത്ഥായ എഴുന്നേറ്റിട്ട് തൻ നിത്യകർമ്മവും ചെയ്ത്, നത്വാ താപസം, താപസനെ നമിച്ചു, നമിച്ചിട്ട് മഹാപ്രസ്ഥാനം ആരംഭിച്ചാൻ. അങ്ങനെ തൻ്റെ ആ യഥാർത്ഥ കാനനവാസം അങ്ങനെ തുടങ്ങി. പുണ്ടരീകോദ്ഭവ ഇഷ്ടപുത്ര,
ഇവിടെ അത്രി മഹർഷിയെ സംബോധന ചെയ്യുകയാണ്. പുണ്ടരീകോദ്ഭവൻ ബ്രഹ്മാവ്, ബ്രഹ്മാവിൻ്റെ ഇഷ്ടപുത്രനായിട്ടുള്ള അത്രി, അങ്കിരസ് തുടങ്ങിയവരൊക്കെ തന്നെ ബ്രഹ്മാവിൻ്റെ പല ശരീരഭാഗങ്ങളിൽ നിന്ന് ജനിച്ചവരാണ്. അതിൽ ബ്രഹ്മാവിന് ഇഷ്ടമായിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലയോ അത്രി മഹർഷിയെ, ഞങ്ങൾക്ക് ശ്രീരാമചന്ദ്രനാണ് പറയുന്നത്, മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിന് അനേകം മുനിമാർ തിങ്ങിപ്പാർക്കുന്ന അങ്ങനെ മണ്ഡിതം അലങ്കരിക്കപ്പെട്ട ദണ്ഡകാരണ്യത്തിന് ദണ്ഡമെന്നിയെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പോവാനായി അനുഗ്രഹിക്കണം. പണ്ഡിതശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ, ഞങ്ങളെ പെരുവഴി കൂട്ടേണം, അതായത് ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണം. അതിനിപ്പോൾ ഇങ്ങ് നിന്നയക്കണം, ഇവിടെ നിന്ന് അങ്ങയുടെ ശിഷ്യരിൽ ചിലരെയും ഞങ്ങളുടെ കൂടെ അയക്കണം. ഇങ്ങനെ രാമവാക്യം അത്രിമാമുനി കേട്ട് തിങ്ങീടും കൗതൂഹലം പൂണ്ട് ഉടൻ അരുൾ ചെയ്തു. അവിടെ അത്രി മഹർഷി വളരെ കൗതുകത്തോടുകൂടെ ഭഗവാന്റെ ആ മഹാത്മ്യത്തെ വാഴ്ത്തിക്കൊണ്ട് പറയുകയാണ്, നേരുള്ള മാർഗം ഭവാൻ ഏവർക്കും കാട്ടിയിടുന്നു. അങ്ങാണ് എല്ലാവർക്കും യഥാർത്ഥത്തിൽ വഴികാട്ടുന്നത്. കാട്ടിയിടുന്നിതാരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ, അങ്ങയെ നേർവഴി കാട്ടിയിടുവാൻ ആർക്കാ സാധിക്കുക? അത് ഒരു പ്രതീകാത്മകമായിട്ട് പറഞ്ഞു. എങ്കിലും ജഗദനുകാരിയാം നിനക്കൊരു, ജഗത്തിനെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് അവതാരമെടുത്ത ഭഗവാനെ, അങ്ങേക്ക് ഒരു സങ്കടം വേണ്ട, വഴികാട്ടിയിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്ക, നിങ്ങൾ മുമ്പിൽ നടക്കൂ എന്നവരോട് ചൊല്ലി, ശിഷ്യന്മാരോട് ചൊല്ലി, മാമുനി താനും ഒട്ടുപിന്നാലെ ചെന്നാൻ. കുറേ ദൂരം അത്രി മഹർഷിയും കൂടെ ചെന്നു. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോട് രാമചന്ദ്രൻ വന്ദിച്ച് ഭക്തിപൂർവം. അത്രി മഹർഷിയോട് പറയുകയാണ്, നിൻതിരുവടി കനിഞ്ഞങ്ങെഴുന്നള്ളിയിടണം, അങ്ങയുടെ ആശ്രമത്തിലേക്ക് അങ്ങ് തിരിച്ചു പോയിക്കൊള്ളുക. അന്തികെ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ, എൻ്റെ കൂടെ അങ്ങയുടെ ശിഷ്യന്മാരുണ്ടല്ലോ, അത് മതി എന്നു കേട്ട് ആശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു താൻ പർണശാല പൊക്കിരുന്നരുളിനാൻ. അത്രി മഹർഷി തിരിച്ച് തൻ്റെ പർണശാലയിൽ എത്തി. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ. ഏകദേശം ഒരു ഇന്നത്തെ കണക്കിന് 200 മീറ്റർ അടി എന്നൊക്കെയാണ് പറയുന്നത്. ക്രോശമാത്രം അത്രയും ദൂരം കടന്നപ്പോൾ, നടന്ന് അങ്ങനെ പോയപ്പോൾ, മുന്നിലമ്മാറു മഹാവാഹിനി, ഒരു വലിയ നദി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോട് അരുളി ചെയ്തു രാമൻ, ഈ നദി കടപ്പതിന് എന്ത് ഉപായങ്ങളുള്ളൂ എന്ന് കേട്ട് അവർകളും ചൊല്ലിനാൻ, എന്തു ദണ്ഡം, എന്താ ഇപ്പോൾ വിഷമിക്കാൻ, ഒരു ബുദ്ധിമുട്ടുമില്ല മന്നവ, നല്ല തോണിയുണ്ടെന്ന് ധരിച്ചാലും ഈ നദി കടക്കാൻ പാകത്തിലുള്ള തോണിയുണ്ട്. വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനും, ഞങ്ങൾക്ക് ഇതൊക്കെ പരിചിതമാണ്. ആകുലം വേണ്ട, ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം, ഇങ്ങനെ ശീലമുണ്ട്. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോട്, നിങ്ങൾ കടന്നങ്ങു പോകെന്ന് ചൊന്നാൻ. അക്കരെ എത്തിയപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ശരി, നിങ്ങൾക്ക് തിരിച്ചു പോകാം. അങ്ങനെ ആ ശിഷ്യന്മാർ ചെന്നുടൻ അത്രിപാദം വന്ദിച്ചു. കുമാരന്മാർ ഒന്നൊഴിയാതെ രാമവൃത്താന്തം അറിയിച്ചാർ. പോയ വിശേഷമൊക്കെ പറഞ്ഞുകൊടുത്തു. ശ്രീരാമസീത സുമിത്രാത്മജന്മാരും അധ ഘോരമായുള്ള മഹാകാനനമകം പുക്കാർ.
ഝില്ലി ഝങ്കാരനാദമണ്ഡിതം. ഝില്ലി എന്ന് പറയുന്ന ഝില്ലി ഝങ്കാരം എന്നാൽ ചീവീടിൻ്റെ ആ ഒരു നാദം, ഒരു ഒച്ച. അതിനാൽ അലങ്കൃതമായിട്ടുള്ള, ഒപ്പം സിംഹവ്യാഘ്ര ശല്യാദി, സിംഹം, കടുവ, ശല്യം എന്നാൽ ശല്യമൃഗം, മുള്ളംപന്നി, മുള്ളംപന്നി തുടങ്ങിയ മൃഗങ്ങൾ ഉള്ള, അതാണ് മൃഗഗണ ആകീർണം, മൃഗങ്ങളാൽ നിറയപ്പെട്ട, ഒപ്പം ആതപഹീനം, അവിടെ വെയിൽ ഒട്ടുമില്ല, അത്രയും തിങ്ങി നിറഞ്ഞ മരങ്ങൾ. അതേപോലെ തന്നെ ഘോര രാക്ഷസകുലസേവിതം ഭയാനകം, ഇവിടെ മനുഷ്യരെ പിടിച്ചു തിന്നുന്ന രാക്ഷസന്മാർ അനേകമുണ്ട്. ക്രൂരസർപ്പാതിപൂർണം, ഒപ്പം ക്രൂരസർപ്പങ്ങളുമുണ്ട്. ഇതൊക്കെ കണ്ട് രാഘവൻ ചൊന്നാൻ, ലക്ഷ്മണ, നന്നായി 4 പുറവും നോക്കിക്കൊള്ളുക. ഭക്ഷണാർത്ഥികളല്ലോ രാക്ഷസാം പരിശകൾ, അവർ നമ്മെ പിടിച്ചു വിഴുങ്ങാനുള്ള സാധ്യതയുണ്ട്. വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം. വില്ല് ഏത് നിമിഷവും എയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിൽ അങ്ങനെ കുലച്ചു വെക്കണം. നല്ലൊരു ശരം ഊരിപ്പിടിച്ചുകൊള്ളുക കയ്യിൽ, എന്നിട്ട് മുന്നിൽ നീ നടക്കണം. പിന്നെ വഴിയെ പുറകിൽ വൈദേഹിയും, പിന്നാലെ ഞാനും നടന്നിടുവൻ. ഗതഭയം, ഭയം വേണ്ട. ഇതിനെ എഴുത്തച്ഛൻ പറയുന്നു, ജീവാത്മ പരമാത്മാക്കൾക്ക് മധ്യസ്ഥയാകും ദേവിയാ മഹാമായാശക്തി എന്നതുപോലെ. ഇവിടെ ജീവാത്മാവിനെ കുറിക്കുന്ന ലക്ഷ്മണൻ, ഏറ്റവും പുറകിലായി പരമാത്മാവായ ശ്രീരാമചന്ദ്രൻ. എന്നാൽ പരമാത്മാവിൻ്റെ ആ സത്യത്തെ, പരമാത്മാവെന്ന സത്യത്തെ മറച്ചുകൊണ്ട് എങ്ങനെയാണോ മായ ജീവാത്മസ്വരൂപത്തിൻ്റെയും പരമാത്മാവിൻ്റെയും ഇടയിലായിട്ട് നിൽക്കുന്നത്, ഇതേപോലെയാണ് അവർ അങ്ങനെ നടന്നു പോയത്. അപ്പോൾ ഇതുപോലെ ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും. ആവയോഹോ എന്നാൽ നമ്മുടെ 2 പേരുടെയും മധ്യേ, ഇടയിലായി സീതാദേവി നടക്കണം. എന്നാൽ ഒരു ഭീതിയും ഉണ്ടായി വരാം. ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നോരു ശേഷം, ധനുസ് ധരിച്ച് നടന്നു. പിന്നിട്ടാർ ഒരു യോജന വഴി. ഇവിടെ യോജന എന്ന് പറയുന്നത് 12 കിലോമീറ്റർ ഏകദേശം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു യോജന വഴി പിന്നിട്ട സമയത്ത് മുന്നിൽ അമ്മാർ അങ്ങൊരു പുഷ്കരണിയും, പുഷ്കരണി തടാകം കണ്ടാർ. ആ തടാകത്തിൽ എങ്ങനെയൊക്കെയാണ് പുഷ്പങ്ങളുള്ളത്? കൽഹാര പുഷ്പം, അത് സൗഗന്ധികമാണ് എന്നാണ് പറയുന്നത്. ഉൽപ്പലം താമര, കുമുദം ആമ്പൽ, അംബുജം ചുവന്ന താമര, രക്തോൽപ്പലം, അതും ഉൽപ്പലം എന്നാൽ താമര എന്നാണ് കേട്ടിട്ടുള്ളത്. ഫുല്ലപുഷ്പ ഇന്ദീവര ശോഭിതം, ഫുല്ലം ഇങ്ങനെ വിടർന്നു നിൽക്കുകയാണ് എല്ലാ പുഷ്പങ്ങളും. ഇന്ദീവരം നീലത്താമര, ഇവയാൽ ശോഭിക്കപ്പെട്ട അച്ഛജലം, അതായത് ശുദ്ധ സ്ഫടികം പോലെ അടിത്തട്ട് വരെ കാണാം. അങ്ങനെയുള്ള ആ തടാകത്തിലെ തോയപാനം, വെള്ളം കുടിച്ചു, അങ്ങനെ തോയപാനവും ചെയ്ത് വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലേ, വൃക്ഷത്തിൻ്റെ, കാരണം തണൽ മാത്രമേ അവിടെയുള്ളൂ, അങ്ങനെ ആ വൃക്ഷഛായ, വൃക്ഷത്തിൻ്റെ നിഴലിൽ ആ ഭൂമിയിൽ പുനരിരുന്നു യഥാസുഖം, അവരങ്ങനെ വിശ്രമിച്ചു. വിരാധവധം. അന്നേരം ആശു പെട്ടെന്ന് കാണായി വന്നിതു വരുന്നത് അത്യുന്നതമായ മഹാസത്വം, ഒരു മഹാസത്വത്തെയാണ് കാണുന്നത്. അത്യുഗ്ര ആരവം, അത്രയും വലിയ ഉച്ചത്തിൽ അട്ടഹസിച്ചു കൊണ്ടുവരികയാണ്. ഇനി വരുന്നത് എങ്ങനെയാണ്? ഉദ്ധൂതവൃക്ഷം, ഒരു വലിയൊരു വൃക്ഷം എടുത്ത് വേരോടെ പറിച്ച് കയ്യിൽ വെച്ച് കരാള ഉജ്ജ്വല ദംഷ്ട്ര അന്യുത,
ഉജ്ജ്വലമായിട്ടുള്ള കരാളമായിട്ടുള്ള നമുക്ക് കണ്ടാൽ പേടി തോന്നുന്ന ദംഷ്ട്രാന്യുതം ദംഷ്ട്രകളോടുകൂടിയ വക്ത്രഗഹ്വരം, വലിയ വായ, അത് ഘോര ആകാരം ആരുണ്യനേത്രം. അതുപോലെ തന്നെ ആരുണ്യനേത്രം എന്നാൽ ചുവന്ന്, ആ ഒരു ക്രൂരത കണ്ണിൽ കാണാം. അതുപോലെ ചുവന്ന കണ്ണുകൾ. വാമ അംസ സ്ഥല ന്യസ്ത. വാമം എന്നാൽ ഇടത്, അംസം എന്നാൽ തോൾഭാഗം. ആ സ്ഥലത്ത് ന്യസ്തം വെച്ചിരിക്കുന്ന ശൂലാഗ്രത്തിങ്കലുണ്ട്. അവിടെ ഒരു ശൂലമുണ്ട് ഇടത്തെ തോളിൽ. ആ ശൂലാഗ്രത്തിൽ കോർത്തിരിക്കുന്നത് തൊട്ടു മുൻപ് നായാടിയ, അതുപോലെ കൊന്നു തിന്ന ഭീമ ശാർദൂല സിംഹ മഹിഷ വരാഹാദി. ശാർദൂലം പുലി, സിംഹം മഹിഷം പോത്ത് കാട്ടുപോത്ത്, വരാഹം പന്നി കാട്ടുപന്നി തുടങ്ങിയ വാരണ മൃഗ വന ഗോചര ജന്തുക്കളും, ഇങ്ങനെ പല വിധത്തിലുള്ള മൃഗങ്ങളെ കൊന്ന് ഒപ്പം തന്നെ പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി. അപ്പോൾ ഈ ജന്തുക്കളൊക്കെ ഇതിൽ പകുതി മരണമടഞ്ഞതുപോലെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കരച്ചിലും ഒക്കെ ആയിട്ട് ഒപ്പം തുള്ളിത്തുള്ളി പച്ച മാംസങ്ങളെല്ലാം ഭക്ഷിച്ച് ഈ നടക്കുന്നതിനിടയിൽ തന്നെ ഇതിൽ നിന്ന് പറിച്ചെടുത്ത് ഭക്ഷിക്കുകയാണ്. ഭക്ഷിച്ചുകൊണ്ടുച്ചത്തിൽ അലറി വന്നിടിനാൻ അതുനേരം. അങ്ങനെ അലർച്ചയോടുകൂടെയാണ് ഇവരുടെ മുമ്പിൽ എത്തിയത്. ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടഥ. അവിടെ വിശ്രമത്തിലായിരുന്ന രാമലക്ഷ്മണന്മാർ ഉത്ഥാനം ചെയ്തു, പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ചാപബാണങ്ങളൊക്കെ കയ്യിലെടുത്ത് ലക്ഷ്മണൻ തന്നോട് അരുൾ ചെയ്തിതു രാമചന്ദ്രൻ, കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ട്, നമ്മുടെ നേരെ വരുന്നു ലഘുതരം. ഒട്ടും ആയാസമില്ലാതെ അനായാസമായി വരികയാണ്. സന്നാഹത്തോട് ബാണം തൊടുത്ത് നോക്കിക്കൊണ്ട് നിന്നുകൊള്ളുക, ചിത്തമുറച്ചു കുമാരാ നീ പെട്ടെന്ന് തന്നെ എല്ലാ സന്നാഹവും ഏതായുധം വേണമെങ്കിലും എടുക്കാൻ പാകത്തിൽ ബാണം തൊടുത്ത് ഒപ്പം വാളൊക്കെ കയ്യിൽ പിടിച്ച് അങ്ങനെ നിന്നുകൊള്ളുക. ചിത്തമുറച്ച്, മനസ്സ് അങ്ങനെ ചിത്തം ഇളകാൻ പാടില്ല. ആ രാക്ഷസനെ കണ്ട് നീ ഭയക്കാൻ പാടില്ല. എന്നിട്ട് സീതയോട് പറഞ്ഞു, വല്ലഭേ ബാലേ സീതേ പേടിയായി ഗേതുമെടോ, വല്ല ജാതിയും പരിപാലിച്ചുകൊള്ളുവനല്ലോ. എങ്ങനെ വന്നാലും ഏത് രീതിയിലും നിന്നെ ഞങ്ങൾ പരിപാലിക്കും എന്നരുൾ ചെയ്തു നിന്നാൻ ഏതുമൊന്നിളകാതെ വന്നുടൻ അടുത്തിതു രാക്ഷസപ്രവരനും. നിഷ്ഠുരതരം അവൻ 8 ആശ എന്നാൽ ദിക്ക്. അപ്പോൾ 8 ദിക്കും പൊട്ടും വണ്ണം അട്ടഹാസം ചെയ്ത് ഇടിവെട്ടിയിടും നാദം പോലെ, ഇടിവെട്ടുന്ന നാദം പോലെയാണ് ആ ഒരു അട്ടഹാസമുണ്ടായിരുന്നത്. ഇനി ദൃഷ്ടിയിൽ നിന്ന് കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ. ആ കണ്ണങ്ങനെ ചുവന്നിട്ട് കണ്ണിൽ നിന്ന് ആ ഒരു തീക്കട്ട വീഴുകയാണോ എന്ന് തോന്നുന്ന വിധത്തിൽ അത്രയും കണ്ണൊക്കെ ഇങ്ങനെ തുറിപ്പിച്ച് പുഷ്ടകോപേന ആ കോപത്താൽ ലോകം ഞെട്ടുമാറ് ഇപ്രകാരം പറഞ്ഞു, കഷ്ടമാഹന്ത കഷ്ടം. നിങ്ങൾ ആര് ഇരുവരും, നിങ്ങൾ ഇരുവരും ആര്? ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നു. ഇത് അസ്തഭയം. അസ്തം എന്നാൽ ഇല്ലാതാവുക, ഭയം അസ്തം. ഭയമില്ലാത്തവരെ പോലെ ഇത്ര ധൈര്യത്തോടെ നിൽക്കുന്ന നിങ്ങൾ ആരാണ്? ചാപ തൂണീര ബാണവൽക്കല ജടകളും ധരിച്ച്, എന്നാൽ കാഴ്ചയിൽ നിങ്ങൾ മുനികുമാരന്മാരെ പോലെയാണ്. മുനിവേഷം കൈക്കൊണ്ട് മനോഹരിയായൊരു നാരിയോടും. ക്ഷത്രിയൻ്റെ എല്ലാ ബാണ തൂണീരാദികളുമൊക്കെയുണ്ട്, പക്ഷേ കാഴ്ചയിൽ നിങ്ങൾ മുനിമാരാണ്. കൂടാതെ സുന്ദരിയായ ഒരു സ്ത്രീയും കൂടെയുണ്ട്. ഉൾക്കരുത്തേറും അതിബാലന്മാരല്ലോ നിങ്ങൾ.
നിങ്ങളുടെ ആ ഒരു നടപ്പിലൊക്കെ ആ ഒരു ഉൾക്കരുത്ത് എനിക്ക് കാണാം. കിഞ്ചന ഭയം വിന, ഒട്ടും ഭയമില്ലാതെ ഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചൊൽവിൻ. ഇങ്ങനെയൊക്കെ ചോദിച്ചത് കേട്ട്, രക്ഷോവാണികൾ കേട്ട്, ആ രാക്ഷസന്റെ വാക്കുകൾ കേട്ട് തൽക്ഷണം അരുൾ ചെയ്താൻ ഇക്ഷ്വാകുകുലനാഥൻ. ഇക്ഷ്വാകുകുലത്തിന് ഇപ്പോൾ നാഥനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ മന്ദഹാസ അനന്തരം ഒന്ന് ചിരിച്ചിട്ടിങ്ങനെ പറഞ്ഞു, രാമനെന്ന് എനിക്ക് പേര്, എന്നുടെ പത്നി ഇവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണൻ എന്ന നാമം ഇവനും മത്സോദരൻ പൊക്കിതു വനാന്തരം ജനക നിയോഗത്താൽ, അച്ഛൻ്റെ നിയോഗത്താലാണ്. എന്നിട്ട് തുറന്നു പറയുകയാണ്, രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ, നിന്നെ പോലെയുള്ളവരെ ശിക്ഷിച്ച് ജഗത്രയം രക്ഷിപ്പാനറിക നീ. ശ്രുത്വാ രാഘവവാക്യം, എന്നാൽ ഇത് കേട്ടിട്ട് അട്ടഹാസവും ചെയ്ത് വക്ത്രവും പിളർന്ന് ഒരു സാലവും പറിച്ച് ഓങ്ങി. ഒരു സാലവൃക്ഷം അങ്ങനെ തന്നെ പറിച്ചിട്ട് ക്രുദ്ധനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ, ശക്തനാം വിരാധനെന്ന് എന്നെ നീ കേട്ടിട്ടില്ലേ? ഈ ത്രിലോകത്തിൽ എന്നെ ആരറിയാതെയുള്ളത് എത്രയും മൂഢൻ ഭവാൻ. എന്നെ അറിയാവുന്ന ഒരാളും ഈ വഴി വരില്ല. അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൂഢന്മാരാണ്. ഭവാൻ എന്നിഹ ധരിച്ചേൻ, ഞാൻ അങ്ങനെ ധരിക്കുകയാണ്, അല്ലാതെ ആരും ഈ വഴി വരില്ല. മദ്ഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ. എല്ലാ മുനിമാരും ഈ സ്ഥലത്തെ വെടിഞ്ഞ് ദൂരെ പോയത് തന്നെ എന്നെ പേടിച്ചാണ്. നിങ്ങൾക്ക് ജീവിക്കയിൽ ആശയുണ്ട് ഉള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞ് എങ്ങാനും ഓടിപ്പോവിൻ. നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ സുന്ദരിയായ സ്ത്രീയെയും നിങ്ങളുടെ ആയുധങ്ങളെയും എനിക്ക് കാഴ്ചവെക്കുക, എന്നിട്ട് ഓടിപ്പോവിൻ. അല്ലായെങ്കിൽ എനിക്കിപ്പോൾ തിങ്ങിയിടും വിശപ്പടക്കിയിടുവൻ ഭവാന്മാരാൽ, ഞാൻ നിങ്ങളെ തിന്ന് വിശപ്പടക്കും. ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവൻ. അപ്പോൾ പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങൾ അറുത്തപ്പോൾ, അങ്ങനെ പെട്ടെന്ന് സീതയെ പിടിക്കാൻ വേണ്ടി ഓങ്ങിയ സമയത്ത് ശ്രീരാമചന്ദ്രൻ അവൻ്റെ ഹസ്തങ്ങൾ, കൈകൾ അറുത്തു. ക്രുദ്ധിച്ചു രാമം പ്രതി, അപ്പോൾ അവൻ്റെ ക്രോധം ഇരട്ടിയായി. അങ്ങനെ രാമം പ്രതി ക്രുദ്ധിച്ചിട്ട് വക്ത്രവും പിളർന്ന് അതിസത്വരം നക്തഞ്ചരൻ അടുത്തു വന്നപ്പോൾ അതുനേരം അസ്ത്രങ്ങൾ കൊണ്ട് ഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും. അപ്പോൾ ആ പാദങ്ങളും ഛേദിച്ചു. അങ്ങനെ കൈകളും പോയി, കാലുകളും പോയി. എന്നിട്ടും ഇഴഞ്ഞിട്ട് ബദ്ധരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാൻ എയ്തുരാമൻ. ഉത്തമാംഗം തലയും മുറിച്ചു. അങ്ങനെ രക്തവും പരന്നിതു ഭൂമിയിൽ. ഇതു കണ്ട് ചിത്ത കൗതുകത്തോടു പുണർന്നു വൈദേഹിയും. ഈ ഒരു അവസ്ഥ കണ്ടിട്ട്, ശ്രീരാമചന്ദ്രൻ്റെ ഈ സാഹസിക പ്രവൃത്തി കണ്ടിട്ട് സീതാദേവി കെട്ടിപ്പുണർന്നു എന്നാണ് പറയുന്നത്. ഇതേ സമയം ആകാശത്ത് നൃത്തവും തുടങ്ങിനാർ അപ്സരസ്ത്രീകളെല്ലാം. അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും. അങ്ങനെ ആ ദേവലോകത്ത് ആഘോഷമായി. അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്ന് ഉണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നു. ഇത് ആകാശമാർഗേ. ചത്ത് മലച്ചു വീണ ആ രാക്ഷസന്റെ ഉള്ളിൽ നിന്ന് ഒരു ധന്യരൂപനെ കാണായി വന്നു ആകാശമാർഗേ. സ്വർണഭൂഷണം പൂണ്ട് സൂര്യസന്നിഭ കാന്ത്യ, സൂര്യസന്നിഭം, സൂര്യന് തുല്യമായ കാന്തിയോടുകൂടെ സുന്ദര ശരീരനായി നിർമ്മല അമ്പരത്തോടും നിർമ്മലമായ വസ്ത്രങ്ങളോടും രാഘവം പ്രണതാർത്തിഹാരിണം,
പ്രണതാർത്തിഹാരിണം, ആർത്തിഹാരികൾക്ക്, ദുഃഖിതർക്ക് ശരണാഗതി അടയാൻ സാധിക്കുന്ന രാഘവനെ, ഘൃണാകരം രാഗേന്ദുമുഖം, ഭവഭഞ്ജനം, ഭവം ഈ സംസാരം, ആ സംസാര രോഗത്തെ നീക്കുന്നവൻ, ഭയഹരം, ഇന്ദിരാരമണം, ഇന്ദീവരദളശ്യാമം, ഇന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദിതപദം. ഇതൊക്കെ പലതവണ അർത്ഥം പറഞ്ഞതാണ്. സുന്ദരം സുകുമാരം സുകൃതിജന മനോമന്ദിരം രാമചന്ദ്രം ജഗതാമഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. അങ്ങനെ താഴേക്കിറങ്ങി വന്നിട്ട് ആദ്യം ആകാശത്തേക്ക് പോയി, പിന്നീട് താഴേക്കിറങ്ങി വന്ന് ശ്രീരാമചന്ദ്രനെ ദണ്ഡ നമസ്കാരം ചെയ്ത് ഇങ്ങനെ സ്തുതിച്ചു തുടങ്ങി. ശ്രീരാമ രാമ, ഞാനൊരു വിദ്യാധരൻ, ഒരു ഗന്ധർവനായിരുന്നു. കാരുണ്യമൂർത്തേ കമലാപതേ ധരാപതേ, ദുർവാസാവായ മുനി തന്നെ ശാപത്തിനാൽ ഗർവിതനായൊരു രാത്രിഞ്ചരനായേനല്ലോ. ആ ഒരു സൗന്ദര്യത്തിലും ഗന്ധർവന്മാരുടെ കഴിവിലുമൊക്കെ അഹങ്കരിച്ചതിൻ്റെ ഫലമായിട്ട് ദുർവാസാവ് മഹർഷി ശപിച്ചതാണ്. അങ്ങനെയാണ് ഞാനൊരു രാക്ഷസനായത്. നിൻതിരുവടിയുടെ മഹാത്മ്യം കൊണ്ട് ശാപബന്ധവും തീർന്നു, മോക്ഷം പ്രാപിച്ചേനിന്നു നാഥ. ഇനി അങ്ങോട്ടുള്ള ഈ ഒരു പദ്യം നമുക്കൊക്കെ ഒരു നാമം സ്തുതിയായിട്ട് ചൊല്ലാവുന്നതാണ്. സന്തതം ഇനി ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്തിയ. സന്തതം എല്ലായ്പ്പോഴും അങ്ങയുടെ ചരണാംബുജയുഗം, തവ ചരണാംബുജയുഗം, അങ്ങയുടെ ആ കാലടികൾ ചിന്തിക്കായി വരേണമേ മാനസത്തിന്, മനസ്സിലെപ്പോഴും ഭഗവാന്റെ ആ ഒരു പാദാംബുജം അങ്ങനെ വിളങ്ങാൻ അനുഗ്രഹിക്കണമേ. വാണികൾ കൊണ്ട് നാമകീർത്തനം ചെയ്യാകേണം, പാണികൾ കൊണ്ട് ചരണാർച്ചനം ചെയ്യാകേണം. കൈകൊണ്ട് അങ്ങയുടെ ചരണത്തിൽ അർച്ചന ചെയ്യാൻ സാധിക്കണം. ശ്രോത്രങ്ങൾ കൊണ്ട് കഥാശ്രവണം ചെയ്യാകേണം. നേത്രങ്ങൾ കൊണ്ട് രാമലിംഗങ്ങൾ കാണാകേണം. ഉത്തമാങ്കേന നമസ്കരിക്കായി വന്നിടേണം. ഉത്തമ ഭക്തന്മാർക്ക് ഭൃത്യനായി വരേണം ഞാൻ. ഉത്തമ ഭക്തനാകാനുള്ള യോഗ്യതയുണ്ടോ എന്നറിയില്ല, പക്ഷെ അങ്ങനെയുള്ളവരുടെ ഭക്തനായി തീർന്നാലും മതി. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ, നമസ്തേ രാമായ ആത്മാരാമായ നമോ നമഃ, നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം, നമസ്തേ രാമായ ലോകാഭിരാമായ നമഃ. ദേവലോകത്തിന് പോവാൻ അനുഗ്രഹിക്കണം ദേവദേവേശ, എന്നെ അനുഗ്രഹിക്കണം. പുനരൊന്ന് അപേക്ഷിച്ചിടുന്നേൻ, ഒപ്പം എനിക്കൊരപേക്ഷയുണ്ട്. നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായിക അംബുജവിലോചന. അങ്ങയുടെ ആ മായാബന്ധത്തിൽ എന്നെ പെടുത്തരുതേ ഭഗവാനെ. സന്തതം നമസ്കാരം, ഇങ്ങനെ നമസ്കരിക്കുകയാണ് വിരാധൻ, വിരാധനായിരുന്ന വിദ്യാധരൻ. ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെയെന്ന് കൊടുത്തു വരങ്ങളും. ഇങ്ങനെ വിജ്ഞാപിതനാവുക എന്നാൽ ചോദിക്കപ്പെട്ട ശ്രീരാമചന്ദ്രൻ അങ്ങനെ തന്നെ എല്ലാം സാധിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, മുക്തനെന്നിയേ, ഒരു ജീവൻ മുക്തനല്ലാതെ കണ്ടുകിട്ടുകയില്ല എന്നെ. എന്നെ അത്ര എളുപ്പമൊന്നും ആർക്കും കാണാൻ സാധ്യമല്ല. ഇനി ഈ മുക്തി എങ്ങനെ വരും? ഭക്തിയുണ്ടായാൽ ഉടൻ മുക്തിയും ലഭിച്ചിടും. ഭഗവാനിൽ രസിക്കുക എന്ന ഭക്തി അതുണ്ടെങ്കിൽ അയാൾ വൈകാതെ മുക്തനായിടും. ഇങ്ങനെ പറഞ്ഞത് കേട്ട് രാമനോട് അനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന, താൻ ചോദിച്ചതൊക്കെ നേടിയ ആ ഒരു കാമലാഭത്താൽ പോയി നാകലോകവും, നാകലോകം സ്വർഗലോകം പുക്കാൻ അവിടെ ചെന്നു. ഇനി ഒരു ഫലശ്രുതി പറയുകയാണ്. ഈ കഥ ചൊല്ലി സ്തുതിച്ചിടിന പുരുഷന്
ദുഷ്കൃതമകന്ന് മോക്ഷത്തെയും പ്രാപിച്ചിടാം. ഏതെങ്കിലും രീതിയിലുള്ള പാപം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ ഈ ഒരു ഭാഗം മനസ്സിരുത്തി വായിച്ച് അതിൻ്റെ അർത്ഥം അറിഞ്ഞ് അനുഭവിച്ച് ഭഗവാനെ സ്തുതിച്ചാൽ ആ പാപമൊക്കെ ഇല്ലാതായിട്ട് മോക്ഷത്തെ പ്രാപിക്കാം എന്നതാണ് ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു ഫലമായിട്ട്, ഈ ഭാഗം വായിച്ചാലുള്ള ഫലമായിട്ട് പറയുന്നത്. ശരഭംഗ മന്ദിര പ്രവേശം. രാമലക്ഷ്മണന്മാരും ജാനകി താനും പിന്നെ ശ്രീമയമായ ഐശ്വര്യ സമ്പന്നമായിട്ടുള്ള ശരഭംഗ മന്ദിരം, ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിൽ പുക്കാർ എത്തിച്ചേർന്നു. സാക്ഷാൽ ഈശ്വരനെ മാംസീക്ഷണങ്ങളെ കൊണ്ട്, മാംസേക്ഷണങ്ങളെ കൊണ്ട് എന്നാൽ സ്ഥൂലമായ തൻ്റെ നേത്രങ്ങളെ കൊണ്ട് വീക്ഷ്യ കണ്ടിട്ട് താപസവരൻ പൂജിച്ചു ഭക്തിയോടെ. കന്ദപക്വാദികളാൽ ആതിഥ്യം, കന്ദം എന്നാൽ കിഴങ്ങ്, പക്വമായിട്ടുള്ള ഫലങ്ങൾ, ഇവയാൽ ആതിഥ്യം സ്വീകരിച്ചു. പിന്നെ ചിത്താനന്ദം ഉൾക്കൊണ്ട് ശരഭംഗനും അരുൾ ചെയ്തു. വളരെ സന്തോഷത്തോടെ ഭഗവാനെ നേരിൽ കണ്ടതിൻ്റെ ആ സന്തോഷത്താൽ ഇപ്രകാരം പറഞ്ഞു: ഞാൻ അനേകം നാളുണ്ട് പാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്നെ കാൺമതിനാശയാലേ. ആർജവബുദ്ധിയ, ആർജവം എന്നാൽ ഋജുവായ ബുദ്ധി, നേരെ വാ നേരെ പോ എന്ന ചിന്ത, ഒട്ടും കാപട്യമില്ലാത്ത ബുദ്ധി എന്നർത്ഥം. ഇങ്ങനെയുള്ള ബുദ്ധിയാൽ ചിരം വളരെ കാലമായിട്ട് തപസ് ചെയ്തതിനാൽ ബഹുതരം ആർജിച്ചേനല്ലോ പുണ്യം. ഈ തപസ് ചെയ്തിട്ട് ഒരുപാട് പുണ്യം ഞാൻ നേടിയിട്ടുണ്ട്. ഇന്ന് ഞാൻ അവയെല്ലാം, ഞാൻ ആർജിച്ച എല്ലാ പുണ്യവും മർത്യനായി പിറന്നോരു നിനക്ക് തന്നിടിനേൻ അദ്യ ഞാനെല്ലാം മനുഷ്യനായി പിറന്ന അങ്ങേക്ക് ഞാനിതാ എൻ്റെ പുണ്യങ്ങളെ തരുന്നു. കാരണം ശരഭംഗമുനി പറയുകയാണ്, എനിക്കിനി ഒരേ ഒരു ഉദ്യമം മാത്രമേ ഉള്ളൂ, അത് മോക്ഷമാണ്. ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം അത്രയും ആകാംക്ഷാഭരിതനായി പൂണ്ടേനല്ലോ, അങ്ങനെ ഇരിക്കുകയാണല്ലോ. നിന്നെയും കണ്ട് മമ പുണ്യവും നിങ്കലാക്കി എന്നിയേ. ഭഗവാനെ, അങ്ങയെ കണ്ട് മമ പുണ്യം, എൻ്റെ പുണ്യവും നിങ്കലാക്കി എന്നിയേ, അങ്ങയിൽ സമർപ്പിച്ച് അല്ലാതെ, എന്നിയേ എന്നാൽ അല്ലാതെ ദേഹത്യാഗം ചെയ്യരുത്, ഞാൻ ഈ ദേഹം ഉപേക്ഷിക്കരുത് എന്ന് തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു. ബന്ധവുമറ്റ്, ഈ ലോകത്തുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ എന്നേ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചു. എന്നിട്ടേ ഞാൻ, അതായത് ഭഗവാനെ കണ്ടിട്ട് അങ്ങയിൽ പുണ്യമാക്കിയിട്ട് മാത്രമേ ഞാൻ ആ ഒരു മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അതിനായിട്ടാണ് ഇത്രയും കാലം കാത്തിരുന്നത്. എൻ്റെ ബന്ധങ്ങളൊക്കെ എന്നേ അറ്റുകഴിഞ്ഞു. ഇനി കൈവല്യത്തെയും ആ മോക്ഷത്തെയും പ്രാപിക്കുന്നേ. യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമൻ തൻ പദം വണങ്ങിനാൻ. പൂർണ്ണമായും ഭഗവാനിൽ മനസ്സ് വയ്ക്കുന്ന ആളെയാണ് യോഗി എന്ന് പറയുന്നത്. അങ്ങനെ യോഗീന്ദ്രനായി തീർന്നിരിക്കുന്ന ശരഭംഗ മഹർഷി യോഗേശനായ, ഏതൊരു ഭഗവാനിലേക്കാണോ മനസ്സ് ചേർത്തു വെക്കേണ്ടത്, ആ ഈശൻ, ആ യോഗത്തിന് ഈശനായിരിക്കുന്ന ഭഗവാന്റെ രാമൻ തൻ പദം വണങ്ങിനാൻ. ചിന്തിച്ചിടുന്നേൻ അന്തഃസന്തതം, ചിന്തിച്ചിടുന്നേൻ അന്തഃസന്തതം, എൻ്റെ അന്തഃ ഉള്ളിൽ സന്തതം എല്ലായ്പ്പോഴും ഞാൻ അങ്ങയെക്കുറിച്ച് ചിന്തിച്ചിടുന്നു. എന്നാൽ അങ്ങാകട്ടെ ചരാചര ജന്തുക്കൾ അന്തർഭാഗേ വസന്തം, അങ്ങ്
വസിക്കുന്നത് എവിടെയാണ്? എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളിലായിട്ട് ഹൃദയഭാഗത്ത് അങ്ങ് വസിക്കുന്നു. വസന്തം ജഗന്നാഥം. അങ്ങനെയുള്ള ആ ജഗന്നാഥനായിട്ടുള്ള ശ്രീരാമം ദുർവാദളശ്യാമളം, കറുകപ്പുല്ലിന് തുല്യമായ കറുപ്പ് നിറത്തോടുകൂടിയ അംഭോജാക്ഷം, താമര പോലെയുള്ള കണ്ണുകളുള്ള ചീരവാസസം, ആ മരവുരിയുടുത്ത ജടാമകുടം, ജടകെട്ടിവച്ച ധനുർധരം, ധനുസ് കയ്യിലേന്തിയ, സൗമിത്രി സേവ്യം, സൗമിത്രിയാൽ സേവിക്കപ്പെടുന്ന ജനകാത്മജാ സമന്വിതം, ജനകാത്മജയോടുകൂടിയവനായ സൗമുഖ്യ മനോഹരം കരുണാരത്നാകരം, അത്രയും മനോഹരനായിട്ടുള്ള കരുണയുടെ ഒരു കടൽ തന്നെയായിട്ടുള്ള ആ ഭഗവാനെ കുണ്ഠഭാവവും നീക്കി, തൻ്റെ എല്ലാ കുണ്ഠഭാവം എന്നാൽ ഈ ലോക ജീവിതത്തിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖം അതെല്ലാം മാറ്റിവെച്ചിട്ട് പൂർണ്ണമായും മോക്ഷം എന്ന ചിന്ത മാത്രം ബാക്കിയാക്കി അങ്ങനെ നിൽക്കുന്ന ആ ശരഭംഗ മഹർഷി സീതയാ രഘുനാഥം, സീതയോടുകൂടിയ ആ ശ്രീരാമചന്ദ്രനെ കണ്ടുകണ്ടിരിക്കവേ, കണ്ടുകൊണ്ട് അങ്ങനെ കൺനിറയെ കണ്ടുകൊണ്ട് തൻ്റെ ദേഹവും ദഹിപ്പിച്ചു, തൻ്റെ ദേഹത്തെ അഗ്നിയിൽ ദഹിപ്പിച്ചു. അങ്ങനെ ലോകേശപദം പ്രാപിച്ചിടിനാൻ, ലോകത്തിൻ്റെ ഈശനായ ആ ഭഗവത് പദത്തെ പ്രാപിച്ചിടിനാൻ. തപോധനൻ ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞതേ, ഈ ശരഭംഗ മഹർഷിയെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ ആകാശമാർഗത്തിൽ അങ്ങനെ വിമാനങ്ങൾ വന്നു നിറഞ്ഞു. നാഗേശാദികൾ, നാഗേശൻ നാഗത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഈശൻ ഇന്ദ്രൻ, ഇന്ദ്രാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാർ. എന്നിട്ട് പാകശാസനൻ ഇന്ദ്രൻ പദാംഭോജവും വണങ്ങിനാൻ. താഴെ ഇറങ്ങി വന്നിട്ട് ആ ശരഭംഗ മഹർഷിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അങ്ങനെ മൈഥില്യ സൗമിത്രിണ, മൈഥിലിയോടും ലക്ഷ്മണനോടും കൂടെ നിന്നിട്ട് ആ താപസ ഗതി കണ്ടു. താപസന്റെ ആ ഒരു ഗതി, സദ്യോമുക്തി, പെട്ടെന്ന് തന്നെ ഇനി ഓരോരോ ലോകങ്ങൾ കടന്ന് അങ്ങനെ ആ ബ്രഹ്മാണ്ടത്തെ ഭേദിച്ചുകൊണ്ട് മോക്ഷമാർഗത്തിലേക്ക് എത്തുക. അങ്ങനെ ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ ആദ്യം സ്വീകരിക്കാൻ എത്തിയത് ഇന്ദ്രനാണ്. അങ്ങനെ കൗസല്യാതനയനും ശ്രീരാമചന്ദ്രനും കൗതുകമുണ്ടായി വന്നു. ഇതൊക്കെ നേരിട്ട് കണ്ടിട്ട് ഒരു കൗതുകത്തോടുകൂടെ അദ്ദേഹവും ഭഗവാനും നോക്കുകയാണ്. തത്രൈവ കിഞ്ചിത് കാലം കഴിഞ്ഞോരനന്തരം, അവിടെ കുറച്ച് സമയം ഇന്ദ്രൻ താഴെ ശരഭംഗ മഹർഷിയെ പൂജിക്കാനൊക്കെ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു. അനന്തരം വൃത്രാരിമുഖ്യന്മാർ, വൃത്രന്റെ ശത്രുവായിട്ടുള്ള ഇന്ദ്രൻ, ഇന്ദ്രമുഖ്യന്മാരുമൊക്കെയായിട്ട് പിന്നെ നേരെ പോയി സ്വർഗം പുക്കാർ. ആദ്യം സ്വർഗലോകത്തേക്കാണ് ചെല്ലുന്നത്. പിന്നീട് അവിടെ നിന്ന് ഓരോരോ ലോകങ്ങൾ കടന്ന് മോക്ഷത്തെ പ്രാപിക്കും. അങ്ങനെ ശരഭംഗ മുക്തിയാണ് ഇവിടെ കണ്ടത്. മുനിമണ്ഡല സമാഗമം. ഇനി ഒരുപാട് മുനിമാർ താമസിക്കുന്ന സ്ഥലത്ത് പോയി അവരെ കാണുന്നു. ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം, ആ ദണ്ഡകാരണ്യത്തിൽ വസിക്കുന്ന മുനിമാരുടെ മുനി സമൂഹം, അത്രയും ഒരുപാട് പേർ ഒരുമിച്ച് താമസിക്കുന്ന ആ സ്ഥലം. ദാശരഥി വന്നത് കേട്ട് ചണ്ഡദീധിതി കുലജാതൻ, ചണ്ഡദീധിതി എന്നാൽ സൂര്യൻ, സൂര്യകുലജാതനായിട്ടുള്ള ശ്രീ ജഗന്നാഥൻ, ജഗത്തിൻ്റെ നാഥൻ തന്നെയായിരിക്കുന്ന പുണ്ടരീകാക്ഷൻ, താമരക്കണ്ണനായ ആ ഭഗവാൻ തന്നെ കാൺമാനായി വന്നിടിനാൻ. ഓരോ മുനിമാരായി കേട്ട് അവിടെ വന്നു. രാമലക്ഷ്മണന്മാരും ജാനകീദേവി താനും മാമുനിമാരെ വീണ് നമസ്കാരവും ചെയ്താർ. എല്ലാവരും മഹർഷിമാരെ നമസ്കരിച്ചു. താപസന്മാരും ആശീർവാദം ചെയ്ത് അവർകളോട് ആഭോഗ ആനന്ദവിവശന്മാരായി അരുൾ ചെയ്താർ.
മുനിമാരൊക്കെ അത്രയും സന്തുഷ്ടരാണ്. കാരണം നിന്നുടെ തത്വം ഞങ്ങളിങ്ങറിഞ്ഞിരിക്കുന്നു. ഭഗവാൻ ആരാണെന്ന തത്വം അറിഞ്ഞിരിക്കുന്നു ഞങ്ങൾ. പന്നക ഉത്തമതൽപേ, പന്നകോത്തമൻ, ആ സർപ്പം അനന്തന്റെ മുകളിലായിട്ട് തൻ്റെ കിടക്കയായിട്ട് അനന്തനെ വെച്ചിരിക്കുന്ന അങ്ങ്, അവിടെ പള്ളി കൊള്ളുന്ന ഭവാൻ, ധാതാവ് അർത്ഥിക്യ മൂലം, ധാതാവ് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചത് കാരണം ഭൂഭാരം കളവാനായിട്ട് ജാതനായിതു ഭുവി, അങ്ങനെയാണല്ലോ അങ്ങ് ഭൂമിയിൽ ജാതനായത്. മാർത്താണ്ഡകുലത്തിങ്കൽ സൂര്യവംശത്തിൽ ലക്ഷ്മണനാകുന്നത് ശേഷനും, ആദിശേഷൻ തന്നെയാണ് ലക്ഷ്മണൻ. സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങളാണ്. ഇനി അവിടെ കൊട്ടാരത്തിൽ നടന്ന അഭിഷേക വിഘ്നാദികളും ഒക്കെ കൊട്ടാരത്തിലുള്ളവർക്ക്, അയോധ്യയിലുള്ളവർക്ക് ഒരു പക്ഷേ ദുഃഖത്തെ കൊടുത്തെങ്കിൽ ഞങ്ങളെ പോലുള്ളവർക്ക് ഞങ്ങളുടെ സങ്കടം തീർത്തിയിടുവാനാണ് അങ്ങയുടെ ആ അഭിഷേകമൊക്കെ തടസ്സം വന്നത്, അഭിഷേകത്തിന് തടസ്സം വന്നത് എന്ന് നൂനം തീർച്ചയാണ്. നാനാ താപസകുല സേവിത ആശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടപ്പോനീടണം. ഇവിടെ ഒരുപാട് താപസന്മാർ താമസിക്കുന്ന സ്ഥലമാണ് ഇത്. അങ്ങൊന്ന് നേരിട്ട് വന്ന് കാണണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ. കാരണം അത്രയും ദുഷ്കരമാണ് ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം. അങ്ങ് കരുണ പൂണ്ട് ഞങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരണം എന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവർ ഓരോരോ മുനി പർണശാലകൾ കണ്ടാർ. അന്നേരം തലയോടും എല്ലുകൾ എല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ. ഓരോ ആശ്രമത്തിലെത്തുമ്പോൾ കാണുന്നത് കുന്നുകൂട്ടിയിരിക്കുകയാണ്, തലയോടുകളും എല്ലുകളും ഒക്കെ. അങ്ങനെ രാഘവൻ ചോദിക്കുകയാണ്, മർത്യ മസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രയേവ മൂലം എന്തോ നിത്രയുണ്ടാവാനഹോ. അയ്യോ, ഇതെന്താണിത്? ഇത്രയും തലയോടുകളും അസ്ഥികളുമൊക്കെ ഇങ്ങനെ കുന്നുകൂടാൻ കാരണമെന്താണ്? തദ്വാക്യം കേട്ട് ചൊന്നാർ താപസജനം. രാമഭദ്ര, നീ കേൾക്ക. മുനിസത്തമന്മാരെ കൊന്ന് നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായിട്ട് രാക്ഷസന്മാർ ഒരു ദയയും ഇല്ലാതെ ഈ മുനിസത്തമന്മാരെ ഭക്ഷിക്കുകയാണ്. അതാണ് ഈ ദേശം അസ്ഥിവ്യാപ്തമായി ചമഞ്ഞിതു നാഥ. ഇവിടെ ആകെ അസ്ഥികൂടങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഭഗവാനെ. ശ്രുത്വാ വൃത്താന്തം ഇത്തം, ഇപ്രകാരം ആ വൃത്താന്തമൊക്കെ കേട്ടിട്ട് കാരുണ്യപരവശചിത്തനായൊരു പുരുഷോത്തമൻ അരുൾ ചെയ്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു, നിഷ്ഠൂരതരമായ ദുഷ്ടരാക്ഷസകുലമൊട്ടൊഴിയാതെ കൊന്ന് നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇത് ചെയ്ത ആ രാക്ഷസകുലത്തെ മുച്ചൂടും ഞാൻ മുടിക്കുന്നതാണ്. ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഇടത്ത് നിങ്ങൾക്ക് തപോനിഷ്ഠ ചെയ്തുകൊണ്ട് വസിക്ക. സന്തുഷ്ട്യ താപസകുലം ഇഷ്ടിയും ചെയ്ത്, ഇഷ്ടി യാഗം, യാഗമൊക്കെ ചെയ്ത് നിങ്ങൾ സന്തുഷ്ടരായി ഇവിടെ വസിക്കണം. അത് ഇനിയും വൈകിക്കൂടാ. സത്യവിക്രമനിധി സത്യവും ചെയ്ത് തത്ര നിത്യസംപൂജ്യമാനനായി വനവാസികളാൽ, അവിടെയുള്ള വനവാസികളായിട്ടുള്ള മഹർഷിമാരാൽ സംപൂജ്യനായിട്ടങ്ങനെ ഭഗവാൻ അവിടെ വാണു. തത്ര തത്രൈവ മുനിസത്തം ആശ്രമങ്ങളിൽ, അവിടെയുള്ള എല്ലാ മുനിസത്തമന്മാരായ മുനിശ്രേഷ്ഠന്മാരായിട്ടുള്ളവരുടെ ആശ്രമങ്ങളിൽ പൃഥ്വീനന്ദിനിയോടും ഭൂമി പുത്രിയായ സീതയോടും അനുജനോടും കൂടി സത്സംസർഗ ആനന്ദേന, മുനിമാരുമായിട്ടുള്ള ആ ഒരു സത്സംഗം അത് കിട്ടിയതിൻ്റെ സന്തോഷത്താൽ വസിച്ചു കഴിഞ്ഞിതു. വത്സരം ത്രയോദശം അക്കാലം കാണായി വന്നു. അങ്ങനെ അവിടെ കഴിഞ്ഞുകൂടവേ തന്നെ 13 വർഷം കഴിഞ്ഞു എന്നാണ് പറയുന്നത്.
സുതീക്ഷ്ണാശ്രമ പ്രവേശം. വിഖ്യാതമായ സുതീക്ഷ്ണാശ്രമം മനോഹരം. മുഖ്യ താപസകുല ശിഷ്യ സഞ്ചയപൂർണം. ഒരുപാട് പ്രമുഖന്മാരായിട്ടുള്ള താപസന്മാർ അവരുടെ ശിഷ്യഗണങ്ങളോടുകൂടെ താമസിക്കുന്ന ഒരു സ്ഥലം. അവിടെ സർവർtu എന്നാൽ എല്ലാ ഋതുക്കളിലും ഉണ്ടാകുന്ന പുഷ്പങ്ങളാൽ ആ ഋതുക്കളുടെയൊക്കെ ഗുണഗണ സമ്പന്നം, എല്ലാ ഋതുക്കളും ഒന്നിച്ച് ഉണ്ടായതുപോലെ ഓരോരോ ഋതുക്കളുടെ പ്രത്യേകതയായിട്ടുള്ള പുഷ്പങ്ങളും കായ്കനികളും ഒക്കെ എല്ലായിടത്തും ഉണ്ട് എന്നാണ്. അതാണ് ഗുണഗണ സമ്പന്നം അനുപമം. ഇതിനോട് ഉപമിക്കാൻ മറ്റൊരു വനം ഇല്ല. സർവകാല ആനന്ദദാന ഉദയം അത്യദ്ഭുതം. ഏത് കാലത്ത് ഏത് സമയത്ത് അവിടെ എത്തിയാലും മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷത്തെ തരുന്ന ഒരു അദ്ഭുത പ്രദേശം. സർവപാദപം, എല്ലാ തരത്തിലുള്ള പാദപം എന്നാൽ വൃക്ഷങ്ങൾ, ലത വള്ളിച്ചെടികൾ, ഗുൽമസങ്കുല സ്ഥലം വള്ളിക്കുടിലുകൾ, സർവസത് പക്ഷി മൃഗഭുജംഗ നിഷേവിതം. ഇങ്ങനെയൊക്കെയുള്ള ആ സുതീക്ഷ്ണാശ്രമ പ്രദേശത്തേക്കാണ് എല്ലാ പക്ഷി മൃഗങ്ങളാലും ഭുജംഗം സർപ്പങ്ങളാലും നിഷേവിതം സേവിക്കപ്പെടുന്ന രാഘവൻ ശ്രീരാമചന്ദ്രൻ അവരജൻ തന്നോടും അനുജനോടും സീതയോടും ആഗതനായി എന്ന് കേട്ടൊരു മുനിശ്രേഷ്ഠൻ സുതീക്ഷ്ണ മുനി. കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ. കുംഭസംഭവൻ, കുടത്തിൽ നിന്നും ജനിച്ചവനായിട്ടുള്ള അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യോത്തമൻ, ഉത്തമനായ ശിഷ്യനാണ് സുതീക്ഷ്ണ മുനി. സംപ്രീതൻ, രാമമന്ത്ര ഉപാസനരതൻ. ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ ശ്രീരാമചന്ദ്രൻ എത്തിയിട്ടുണ്ട് എന്ന് കേട്ടതിനാൽ സന്തുഷ്ടനായിട്ട് രാമമന്ത്രത്തെ എപ്പോഴും ഉപാസിക്കുന്ന, അതാണ് ഉപാസനരതൻ, അതിൽ ലയിച്ചിരിക്കുന്ന ആ മുനി സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു, തൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. സംപൂജിച്ചരുളിനാൻ അർഘ്യപാദ്യാദികളാൽ ഭക്തി പൂണ്ട് അശ്രുജലനേത്രനായിട്ട് സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോട് ചൊന്നാൻ. നിൻതിരുവടിയുടെ രാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പൂ ഞാൻ മദ്ഗുരുനിയോഗത്താൽ. എൻ്റെ ഗുരുവായ അഗസ്ത്യ മഹർഷി പറഞ്ഞതനുസരിച്ച് എപ്പോഴും രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നയാളാണ് ഞാൻ. ബ്രഹ്മശങ്കര മുഖ്യ വന്ദ്യമാം പാദമല്ലോ നിൻ മഹാമായ അർണവം കടപ്പാൻ ഒരു പോതം. ബ്രഹ്മാവ്, ശങ്കരൻ ഇവരാൽ വന്ദിക്കപ്പെടുന്ന ആ പാതാരവിന്ദങ്ങൾ, ആ പാതാരവിന്ദത്തെ ശരണം പ്രാപിക്കുക മാത്രമാണ് നിൻ മഹാമായ അർണവം, അങ്ങയുടെ മഹാമായയാകുന്ന ആ സമുദ്രത്തെ കടപ്പാൻ ഒരു പോതം, ഒരു തോണിയായിട്ട്, ഒരു കപ്പലായിട്ടിരിക്കുന്നത് അങ്ങയുടെ പാതാരവിന്ദങ്ങളുടെ ഭജനം മാത്രമാണ്. ആദ്യ അന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ. പരമാത്മാവായ അങ്ങേക്ക് തുടക്കവുമില്ല ഒടുക്കവുമില്ല. വേദ്യമല്ല ഒരു നാളും ആരാലും ഭവത്തത്വം. ഒരാൾക്കും അങ്ങയുടെ തത്വം വെറുതെ അങ്ങനെ അറിയാൻ സാധ്യമല്ല. ത്വദ്ഭക്ത ഭൃത്യനായിടണം ഞാൻ. അങ്ങയുടെ നേരെയുള്ള ഒരു ഭക്തനാവാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഭക്തന്റെ ഭൃത്യന്റെ ഭൃത്യനായിടണം. അങ്ങനെയെങ്കിലും ആവാൻ സാധിക്കണേ ഭഗവാനെ. ത്വത്പാദാംബുജം നിത്യം ഉൾക്കാമ്പിൽ ഉദിക്കണം. എൻ്റെ മനസ്സിൽ അങ്ങയുടെ ആ പാദാംബുജം തെളിഞ്ഞു വിളങ്ങണം. പുത്രഭാര്യ അർത്ഥനിലയ അന്ധകൂപത്തിൽ വീണ് എൻ്റെ മകൻ, എൻ്റെ ഭാര്യ, എൻ്റെ ധനം, ഇങ്ങനെയൊക്കെയുള്ള ഈ അന്ധകൂപത്തിൽ, ഈ ഒരു അന്ധകാരമാകുന്ന കിണറ്റിൽ
കാരണം ഒരു കിണറെന്ന് പറയുമ്പോൾ അതിനുള്ളിലാണ് ജീവിതം. അതിന് പുറത്ത് ഒരു ലോകമുണ്ടെന്ന് പോലും ആ കിണറ്റിൽ വസിക്കുന്ന പ്രാണികൾ, തവളകൾ, ഇവയ്ക്കൊന്നും ഒരു ബോധവുമില്ല. ഇത് തന്നെ ലോകം. അതാണ് പറയുന്നത്, ഇങ്ങനെയുള്ള അന്ധകൂപത്തിൽ ഈ കുടുംബമാണ് എൻ്റെ ലോകം എന്ന് ചിന്തിച്ച് വീണ് ബദ്ധനായി മുഴുകിയിടും എന്നെ നിൻ തിരുവടി അങ്ങ് ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടണമേ സത്വരം ദയാനിധേ. എന്നെ ഈ അന്ധകൂപത്തിൽ വീണുകിടക്കുന്ന എന്നെ അങ്ങയുടെ ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ കൊണ്ട് അതുകൊണ്ട് എന്നെ പിടിച്ച് കയറ്റിയിടണം ഭഗവാനെ. ഈ ശരീരം എന്ന് പറയുന്നത് മൂത്ര മാംസ അമേധ്യ അന്ധ്ര പുൽഗല പിണ്ഡം. ഈ മൂത്രവും മാംസവും അമേധ്യം, അഴുക്ക്, അവനവൻ്റെ തന്നെ മലമൂത്രങ്ങൾ, അങ്ങനെ ആന്ത്രം എന്നാൽ കുടൽ, ആ കുടലിൽ ഒരു പുൽഗല പിണ്ഡമാകും, ഒരു ചെറിയ ഒരു പിണ്ഡമായിട്ടിരിക്കുന്ന ഈ ഗാത്രം, ഈ ഒരു ശരീരം ഓർത്തോളം അതികശ്മലം. എന്താ ഇതിനെ കുറിച്ച് അഭിമാനിക്കാനുള്ളത്? ആലോചിച്ചു നോക്കിയാൽ അറപ്പാണ് ശരിക്കും തോന്നേണ്ടത്. പക്ഷേ അതിങ്കലുള്ള ആസ്ഥയാം, ഈ ശരീരത്തോടുള്ള ഈ ആസക്തിയാണ് മഹാമോഹം. അതാണ് നമ്മെ ഇങ്ങനെ കെട്ടിയിടുന്നത്, പാശബന്ധവും. അതുകൊണ്ട് ഭഗവാനെ ഛേദിച്ച്, ഈ ബന്ധം ഛേദിച്ച് ആർത്തിനാശന, ആർത്തന്മാരുടെ ആർത്തിയെ, ആ ഒരു ദുഃഖത്തെ നശിപ്പിക്കുന്നല്ലയോ ഭഗവാനെ അങ്ങ്. ഭവാൻ വാഴുകെന്നുള്ളിൽ, വാഴുക എൻ്റെ ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ നിത്യം വാഴണം ഭഗവാനെ. അങ്ങ് സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ. പക്ഷെ അത് തിരിച്ചറിയുന്നില്ല. കേവല സ്വരൂപനായിട്ട്, കേവലമെന്നാകിലും അങ്ങ് എല്ലാവരുടെ ഉള്ളിലുണ്ട്, പക്ഷെ അതാരും അറിയുന്നില്ല എന്ന് മാത്രം. ത്വന്മന്ത്ര ജപരതന്മാരായ ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല. എപ്പോഴും അങ്ങയെക്കുറിച്ച് മാത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ അങ്ങയുടെ മഹാമായ തൻ്റെ കയറിനാൽ കെട്ടിയിടുന്നില്ല. എന്നാൽ ത്വന്മന്ത്രജപ വിമുഖന്മാരാം ജനങ്ങളെ, അത് ജപിക്കാത്ത, അങ്ങനെ അല്ലാത്തവരെ ത്വന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും, ഇത് ആരോടും ഒരു പക്ഷപാതം കാണിക്കുന്നതല്ല ഭഗവാൻ. അവർ ചെയ്യുന്ന കാര്യത്തിന് അവർക്കൊരു ഫലം കിട്ടുന്നു. അതാണ് സേവ അനുരൂപ ഫലം. എങ്ങനെ ഭഗവാനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവർക്കതിനനുസരിച്ചുള്ള ഫലം കിട്ടുന്നു. അത് ഒരു തിയറി ഓഫ് കർമ്മ. അതാണ് ചെയ്യുന്നത് അതുപോലെ തിരിച്ചു കിട്ടും. അതാണ് സേവ അനുരൂപ ഫലദാന തത്പരൻ ഭവാൻ. അങ്ങ് എങ്ങനെ അങ്ങയെ പ്രാപിക്കുന്നു അതുപോലെ തിരിച്ചു കൊടുക്കുന്നു. എങ്ങനെ ദേവപാദപങ്ങളെ പോലെ, കൽപ്പവൃക്ഷത്തെ പോലെ വിശ്വേശ പോറ്റി. സംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജ ഭവ വിഷ്ണു രൂപങ്ങളായിട്ട് അങ്ങ് തന്നെ അങ്ങയുടെ മോഹിനി, വിശ്വത്തെ മോഹിപ്പിക്കുന്ന മായയെ തനിക്ക് അധീനനാക്കി വെച്ചുകൊണ്ട് ഈ വിശ്വത്തിൻ്റെ സംഹാരവും സൃഷ്ടിയും സ്ഥിതിയും ചെയ്യുവാൻ ഒരേ ഒരു പരമാത്മാവ് തന്നെ രുദ്രനായും പങ്കജഭവ, പങ്കജത്തിൽ നിന്ന് ജനിച്ച ആ ബ്രഹ്മാവായും വിഷ്ണുവായിട്ടുമൊക്കെ ചിദ്രൂപനായ ഭവാൻ വാഴുന്നു. അങ്ങ് ബോധസ്വരൂപനാണ്, ഒരു രൂപമില്ലാത്തവനാണ്. പക്ഷെ ഇങ്ങനെ ഒരു സൃഷ്ടിയും സ്ഥിതിയും ഒക്കെ നടത്താനായിട്ട് അങ്ങ് ഒരു രൂപം സ്വീകരിച്ച് വരുന്നു. മോഹാത്മനാം, എന്നാൽ ഈ മായാലോകത്തിൽ പെടുന്നവർക്ക് ഭഗവാൻ രുദ്രൻ വേറെയാണ്, ശിവൻ വേറെയാണ്, ബ്രഹ്മാവ് വേറെയാണ്, ഭഗവാൻ വിഷ്ണു വേറെയാണ് എന്നൊക്കെ തോന്നുന്നത് നാനാരൂപങ്ങളായി കാണുന്നു ലോകത്തിങ്കൽ. എങ്ങനെ ഭാനുമാൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ.
ആകാശത്ത് ഉദിച്ചിരിക്കുന്ന ആ സൂര്യൻ താഴെയുള്ള പല ജലാശയങ്ങളിൽ പലതായി കാണുന്നത് പോലെ, കുളത്തിലെ സൂര്യൻ, പുഴയിലെ സൂര്യൻ, ഇങ്ങനെ പലതായിട്ട് നമ്മൾ പറയുന്നത് പോലെ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെ അറിഞ്ഞുപാസിപ്പൂ ഞാൻ ദയാനിധേ? അതിനൊക്കെയുള്ള അർഹത എനിക്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അദ്യൈവ ഭവച്ചരണാംബുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതു മത്തപോബലവശാൽ. ഇന്നിപ്പോൾ അങ്ങയെ എനിക്ക് കാണാൻ സാധിച്ചത് എൻ്റെ തപസ്സിൻ്റെ ബലം കൊണ്ടാണ്. ത്വന്മന്ത്രജപ വിശുദ്ധാത്മനാം പ്രസാദിക്കും. അങ്ങയുടെ ആ മന്ത്രം ജപിച്ചതുകൊണ്ട് വിശുദ്ധാത്മാവായിട്ടുള്ളവരിൽ അങ്ങ് പ്രസാദിക്കുന്നു. നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും അങ്ങ് ചിത് സ്വരൂപമാണ്, ബോധസ്വരൂപം മാത്രമായിട്ടുള്ള അങ്ങ് സന്മയമായി, സത്തായിട്ട്, ഉള്ളവനായി തോന്നിപ്പിച്ച് പരബ്രഹ്മമായ രൂപമായി, പരബ്രഹ്മമായ രൂപം, അങ്ങ് ആ പരബ്രഹ്മം മാത്രമായിട്ടുള്ള അങ്ങയുടെ ആ രൂപത്തെ കർമ്മണാം അഗോചരം, ഈ കർമ്മബന്ധത്തിൽ പെട്ടിരിക്കുന്നവർക്ക് അഗോചരമാണ്, അങ്ങയെ കാണാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ഭവത് രൂപം, അങ്ങനെയുള്ള ആ സച്ചിദാനന്ദ സ്വരൂപം ത്വന്മായാവിഡംബന രചിതം, അങ്ങ് തന്നെ അങ്ങയുടെ മായ കൊണ്ട് ആ സച്ചിദാനന്ദ സ്വരൂപത്തെ വിഡംബനം ചെയ്ത് അതിനെ മറച്ചിട്ട് രചിതം മാനുഷ്യകം, ഒരു മനുഷ്യനായിട്ട് അങ്ങ് വന്നിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ അങ്ങയുടെ ആ സൗന്ദര്യം മന്മഥ കോടി കോടി സുഭഗം, ഒരു കോടിയല്ല, കോടി കോടി മന്മഥന്മാർ, കാമദേവന്മാർ ഒന്നിച്ചു വന്നാൽ എങ്ങനെ സുന്ദരമാകുമോ അതുപോലെ കമനീയം. കാരുണ്യപൂർണ നേത്രം, അങ്ങയുടെ കണ്ണുകളിൽ നിന്ന് ആ കാരുണ്യം വഴിഞ്ഞൊഴുകുന്നു. കാർമുക ബാണധരം, അമ്പും വില്ലുമൊക്കെ ധരിച്ച് സ്മേരസുന്ദരമുഖം അജിനാംബരധരം, അജിനം തോൽവസ്ത്രം ഉടുത്തിരിക്കുന്നു, മുഖം സുന്ദരമായ ചിരിയോടുകൂടെ. സീതാസംയുക്തം സുമിത്രാത്മജ നിഷേവിത പാദപങ്കജ നീലനീരദകളേബരം, നീലമേഘശ്യാമളം കോമളം അതിശാന്തം അനന്തഗുണം അഭിരാമം സുന്ദരം ആത്മാരാമം ആനന്ദസമ്പൂർണ്ണ അമൃതം. പ്രത്യക്ഷം അദ്യ, ഇന്ന് എൻ്റെ മുന്നിലിങ്ങനെ മമ നേത്രഗോചരം, എനിക്ക് കാണാൻ സാധിച്ചു. നേത്രഗോചരമായോരി തിരുമേനി നിത്യം ചിത്തേ വാഴുക വേണം. എനിക്ക് ഇന്ന് അങ്ങയെ കാണാൻ സാധിച്ചു, പക്ഷേ അങ്ങിവിടെ നിന്ന് പോയി കഴിഞ്ഞാലും എൻ്റെ മനസ്സിൽ ഈ രൂപം ഇങ്ങനെ തന്നെ ഉണ്ടാവണം. മുറ്റിയിടും ഭക്തിയ നാമമുച്ചരിക്കായിടണം, എനിക്ക് ആ ഭക്തിയോടെ എപ്പോഴും ഭഗവാനെക്കുറിച്ച് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കണം. മറ്റൊരു വരം അപേക്ഷിക്കുന്നേനില്ല പോറ്റി, വേറെ ഒന്നും എനിക്ക് വേണ്ട. വന്ദിച്ചു കൂപ്പി സ്തുതിച്ചീടിന മുനിയോട് മന്ദഹാസവും പൂണ്ട് രാഘവൻ അരുൾ ചെയ്തു. നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പോരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനേ. അങ്ങയുടെ ചിത്തം ശുദ്ധമായി എന്ന് അറിഞ്ഞു തന്നെയാണ് ഞാൻ അങ്ങയെ കാണാൻ വന്നത്. സന്തതം എന്നെ തന്നെ ശരണം പ്രാപിച്ച് മന്മന്ത്ര ഉപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്ക് എന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ. അപ്പോൾ ആർക്കാണ് ഭഗവാനെ കാണാൻ സാധിക്കുക? ഭഗവാന്റെ മന്ത്ര ഉപാസകന്മാരായിട്ട്, എന്നാൽ എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹിച്ചല്ല, ആ ഭക്തിയിലുള്ള രസം, അതാണ് നിരപേക്ഷന്മാരുമായിട്ട്. ഭക്തി കൊണ്ട് എന്തെങ്കിലും നേടാമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഭക്തിയേ അല്ല. അതുകൊണ്ട് നിരപേക്ഷന്മാരായി, ഒന്നും അപേക്ഷിക്കാതെ അങ്ങനെയുള്ളവർ സന്തുഷ്ടന്മാരായിരിക്കും. അങ്ങനെ സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്ക് എന്നെ നിത്യം അവർ ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ. എന്നിട്ട് സുതീഷ്ണ മഹർഷിയോട് പറയുകയാണ്, ത്വത്കൃതം,
അങ്ങിപ്പോൾ എന്നെ സ്തുതിച്ച ഏതത് സ്തോത്രം മത് പ്രിയം, എന്നോടുള്ള പ്രിയം കൊണ്ട് പഠിക്കുന്ന സത്കൃതിപ്രവരനാം, ഒപ്പം സത്കർമ്മങ്ങൾ ചെയ്യുന്ന ശ്രേഷ്ഠനായിട്ടുള്ള മർത്യന് വിശേഷിച്ചും സദ്ഭക്തി ഭവിച്ചിടും, നല്ല ഭക്തോത്തമനായിട്ട് തീരും. ബ്രഹ്മജ്ഞാനവുമുണ്ടാം, ഈ ഒരു ബ്രഹ്മജ്ഞാനവുമുണ്ടാവും. അല്പവും അതിനില്ല സംശയം, ഒരു സംശയവും വേണ്ട, ഒരു ചെറിയ സംശയം പോലും വേണ്ട എന്നാണ് നിരൂപിച്ചാൽ. അങ്ങനെ ഇത് എൻ്റെ വാക്കാണ്. താപസോത്തമ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായൂജ്യം ദേഹനാശേ, അങ്ങയുടെ ദേഹം നശിക്കുന്ന സമയത്ത് അങ്ങേക്ക് മുക്തിയെ പ്രാപിക്കാം. എന്നിട്ട് ഭഗവാൻ ഒരാഗ്രഹം പറയുകയാണ്. ഉണ്ടൊരാഗ്രഹം, തവ ആചാര്യനാം അഗസ്ത്യനെ കണ്ടു വന്ദിച്ചു കൊള്ളുവാൻ എന്തതിനാവതിപ്പോൾ, എന്താണൊരു വഴി? തത്രൈവ കിഞ്ചിത് കാലം വസതും ഉണ്ട് അത്യാഗ്രഹം. അതൊരു അത്യാഗ്രഹമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അത്രയും ശ്രേഷ്ഠനായ മുനിയാണ് അഗസ്ത്യ മഹർഷി. അപ്പോൾ അഗസ്ത്യ മഹർഷിയുടെ കൂടെ കുറച്ചുനാൾ താമസിക്കാൻ ഒരു അത്യാഗ്രഹമുണ്ടെന്നാണ്. എത്രയുണ്ടടുത്തതും അഗസ്ത്യാശ്രമം മുനെ, ഇവിടുന്ന് എത്ര അടുത്താണ് അഗസ്ത്യാശ്രമം ഒന്ന് പറയൂ. ഇത്തം രാമോക്തി കേട്ട് ചൊല്ലിനാൻ സുതീക്ഷ്ണനും, അസ്തുതേ ഭദ്രമതു തോന്നിയത് അതിന്നു ഞാൻ കാട്ടിത്തരാം. അങ്ങേക്കിത് തോന്നിയത് മംഗളകരമാണ്, അതാണ് അസ്തുതേ ഭദ്രം, അങ്ങേക്ക് നല്ലതായി തീരും അങ്ങയുടെ ഈ ആഗ്രഹം. കാട്ടുവേനല്ലോ വഴി, കൂടെ പോന്നടുത്ത നാൾ, നമുക്ക് അടുത്ത നാൾ പോകാം, ഞാൻ വഴി കാട്ടിത്തരാം. വാട്ടമെന്നിയെ വസിക്കേണം ഇന്നിവിടെ നാം, ഇന്ന് എൻ്റെ കൂടെ ഇവിടെ താമസിക്കാം. ഒട്ടുനാളുണ്ട് ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ. അപ്പോൾ സുതീക്ഷ്ണ മഹർഷിയും പറയുകയാണ്, ഞാനും കുറേ നാളായി എൻ്റെ ഗുരുവിനെ കണ്ടിട്ട്. പുഷ്ടമോദത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ. അപ്പോൾ വളരെ സന്തോഷമാണ് എനിക്കിപ്പോൾ അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമുക്ക് നാളെ പോകാം. യുദ്ധം ആനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു. പിറ്റേന്നാൾ രാവിലെ സന്ധ്യാസമയം വന്ദനം ചെയ്ത് കൃത്വാ ശീഘ്രം, വളരെ വേഗത്തിൽ സന്ധ്യാവന്ദനം, ഉഷ സന്ധ്യാവന്ദനമൊക്കെ ചെയ്ത് പ്രീതനാ മുനിയോടും ജാനകീദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഹ്നേ പോയി ചെന്നിതു രാമൻ അഗസ്ത്യ അനുജാശ്രമേ. അവിടെ അഗസ്ത്യ മഹർഷിയുടെ അനുജന്റെ ആശ്രമമുണ്ട്. രാമലക്ഷ്മണന്മാർ വരുന്നത് കണ്ടപ്പോൾ ജവം വന്നു സത്കാരം ചെയ്താൻ. വളരെ പെട്ടെന്ന് വന്നിട്ട് ഇവരെ സത്കരിച്ചു. അഗസ്ത്യ സഹജനും, അഗസ്ത്യ മഹർഷിയുടെ സഹോദരൻ ഇവരെ സത്കരിച്ചു. എന്നിട്ട് വന്യഭോജനവും, അവിടെ വനത്തിൽ കിട്ടുന്ന ഫലമൂലാദികളെ കൊണ്ട് അവരെ ഊട്ടി. അങ്ങനെ വന്യഭോജനവും ചെയ്ത് അന്ന് അവരെല്ലാവരും അന്യോന്യ സല്ലാപവും ചെയ്തിരുന്നോരു ശേഷം, അങ്ങനെ എല്ലാവരും ഇരുന്ന് പല വിശേഷങ്ങളുമൊക്കെയായി അതൊരു സത്സംഗമായി തീർന്നു. അഗസ്ത്യ സന്ദർശനം. ഭാനുമാൻ ഉദിച്ചപ്പോൾ, സൂര്യൻ ഉദിച്ചപ്പോൾ അർഘ്യവും നൽകി, പൂജിക്കാനുള്ള വെള്ളം നൽകിയിട്ട് മഹാകാനനമാർഗെ നടകൊണ്ടിതു മന്ദം മന്ദം. സുതീഷ്ണ മഹർഷിയോടൊപ്പം അവരെല്ലാവരും മന്ദം മന്ദം അഗസ്ത്യ ആശ്രമത്തെ ലക്ഷ്യമാക്കി നടന്നു. സർവർത്തുഫലകുസുമാഢ്യ പാദപ ലതാസംവൃതം. ഇവിടെയും പറയുന്നു, എല്ലാ ഋതുക്കളിലും ഉണ്ടാകുന്ന ഫലങ്ങളും പുഷ്പങ്ങളും ഒക്കെയായി ആഢ്യമായിരിക്കുക, അങ്ങനെ നിറഞ്ഞ് ആ ഒരു കാഴ്ചയ്ക്ക് തന്നെ ഭംഗിയുള്ള പാദപങ്ങൾ, വൃക്ഷങ്ങൾ, ലതാസംവൃതം, വള്ളിച്ചെടികളൊക്കെയായിട്ട്, ഒപ്പം നാനാമൃഗസഞ്ചയ നിഷേവിതം, ഒരുപാട് മൃഗങ്ങൾ എല്ലാവരും ഉള്ള, നാനാ പക്ഷികൾ നാദം കൊണ്ട് അതിമനോഹരം, കളകൂജനങ്ങളൊക്കെയായിട്ട് ആ വനപ്രദേശം അത്രയും മനോഹരമായിരിക്കുന്നു. ആ കാനനം
ജാതിവൈരരഹിത ജന്തുപൂർണം. ഇവിടെ ജാതിരഹിതം എന്ന് വെച്ചാൽ കീരിയും പാമ്പും അവർ വൈരം മറന്ന് അങ്ങനെ രസിക്കുന്നു. ഇതുപോലെ പ്രകൃത്യ വൈരമുള്ള 2 ജാതിയിൽപ്പെട്ട മൃഗങ്ങൾ പോലും ആ വൈരമൊക്കെ മറന്ന് സ്നേഹത്തോടെ അവിടെ കളിയാടുന്നത് കാണാം. ഇങ്ങനെ നന്ദന സമാനം, ഒരു വൃന്ദാവന സമാനം സുന്ദരമായ ഒരു ഉദ്യാനം കണക്കെ ആനന്ദദാന ആഢ്യം, ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവയിൽ മുഖ്യമായിട്ടുള്ള മുനിനന്ദന വേദധ്വനി മണ്ഡിതം അനുപമം. എവിടെയും മുനിമാരുടെ, ഇവിടെ നന്ദനം എന്ന് വെച്ചാൽ മുനിമാർ, അവരുടെ മക്കൾ, ഇങ്ങനെയൊക്കെയുള്ള ആ മുനിമാരുടെ വേദധ്വനികളാൽ പൂരിതമായിട്ടുള്ള ആ പ്രദേശം അനുപമം, ഉപമിക്കാൻ സാധിക്കില്ല, അത്രയും മനോഹരമാണ്. ഇനി അവിടെയാകട്ടെ ബ്രഹ്മർഷിപ്രവരന്മാർ അമരമുനികളും, ഒരുപാട് കാലമായിട്ട് അവിടെ തപസ് ചെയ്യുന്ന ബ്രഹ്മർഷിമാരും മറ്റ് ദേവമുനികളും ഒക്കെ അവിടെയുണ്ട്. സമ്മോദം പൂണ്ടു വാഴും മന്ദിര നികരങ്ങൾ, ഒരുപാട് ആശ്രമങ്ങൾ, വളരെ സന്തോഷമായിട്ട് ഇത്തരം മഹർഷിമാർ വസിക്കുന്ന ആശ്രമങ്ങൾ സംഖ്യയില്ലാതോളമുണ്ട്. എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും കൂടുതൽ ആശ്രമങ്ങളുണ്ട്. ഈ ബ്രഹ്മർഷിമാരൊക്കെ തന്നെ നല്ല സംഖ്യാവത്തുക്കളും, സംഖ്യാവത്തുക്കൾ എന്നാൽ സംഖ്യ എന്നതുകൊണ്ട് ജ്ഞാനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജ്ഞാനികളായിട്ടുള്ള ഒരുപാട് ബ്രഹ്മർഷിമാർ ഉണ്ട്, അറ്റമില്ലാതെ വണ്ണം, അത്രയധികം ആ പ്രദേശം അങ്ങനെ നിറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ, ബ്രഹ്മലോകം പോലും ഇതിനു മുന്നിൽ ഒന്നുമല്ല എന്നാണ്, ഈ പ്രദേശത്തിന് മുന്നിൽ ഒന്നുമല്ല എന്ന് ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു. ഇവിടെ വന്ന് കാണുന്നവരൊക്കെ ഇങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്. കാണുന്തോറും ആശ്ചര്യമോരോന്നിവ, വളരെ ആശ്ചര്യപ്പെടുത്തുന്ന കാഴ്ചകളാണ്. കണ്ടവരും ചെന്നാശ്രമത്തിന് പുറത്തടുത്ത് ശുഭദേശേ, അഗസ്ത്യാശ്രമത്തിന് തൊട്ടു മുമ്പുള്ള ഒരു പ്രദേശത്ത് അവിടെ അങ്ങനെ നിന്നിട്ട് വിശ്രമിച്ചനന്തരം അരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുതീക്ഷ്ണൻ തന്നോട്, സുതീക്ഷ്ണമുനിയോട് ഇപ്രകാരം പറയുകയാണ്, ഇനിയിപ്പോൾ വേഗേന ചെന്ന് ഭവാൻ അഗസ്ത്യമുനീന്ദ്രനോട് ആഗതനായോരെന്നെ അങ്ങ് ഉണർത്തിച്ചീരണം. നേരെ കയറി ചെല്ലുകയല്ല, അഗസ്ത്യ മഹർഷിയെ പോലെയുള്ള ഒരു മഹാത്മാവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെയും ചില ആചാരമര്യാദകൾ. അപ്പോൾ കുറച്ച് മാറി നിന്നിട്ട് സുതീക്ഷ്ണ മഹർഷിയോട് പറയുകയാണ്, വേഗത്തിൽ ചെന്ന് ഭവാൻ അഗസ്ത്യ മുനീന്ദ്രനോട് ആഗതനായ എന്നെക്കുറിച്ച് ഉണർത്തിക്കുക, ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയുക. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരെ വസിച്ചിടുന്നു. ഇത് ഉപാശ്രമം. ഉപാശ്രമം എന്നാൽ തൊട്ടടുത്തുള്ള മറ്റൊരാശ്രമത്തിൽ ജാനകിയോടും ലക്ഷ്മണനോടുമൊക്കെയായി ഞാനിങ്ങനെ വിശ്രമിക്കുന്നു എന്ന് പോയി പറയുക. ശ്രുത്വാ രാമോക്തം, രാമന്റെ ഈ ഒരു വർത്തമാനം, ഈ ഒരു അപേക്ഷ ശ്രുത്വ കേട്ടിട്ട് സുതീക്ഷ്ണൻ മഹാപ്രസാദം, ഇതൊരു മഹാപ്രസാദം തന്നെയാണ്, ഇത് ഉക്തുവ, എനിക്കിങ്ങനെ ഒരു ദൂതനായി മാറാൻ സാധിച്ചത് വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞ് സത്വരം ഗത്വാ ആചാര്യ മന്ദിരം മുതാ, വളരെ സന്തോഷത്തോടെ തൻ്റെ ആചാര്യനായ അഗസ്ത്യ മഹർഷിയുടെ ആ ആശ്രമത്തിൽ എത്തിയിട്ട് നത്വാ തം ഗുരുവരം അഗസ്ത്യം, നത്വാ നമസ്കരിച്ചിട്ട് തം ഗുരുവരം അഗസ്ത്യം, ആ അഗസ്ത്യ ഗുരുവരനെ നമസ്കരിച്ചിട്ട് ഇനി ആ മഹർഷി എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? മുനികുല സത്തമം രഘൂത്തമ ഭക്ത സഞ്ജയാവൃതം. മഹർഷിയാകട്ടെ അവിടെ ഒരുപാട് മുനിമാർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള മുനിമാരൊക്കെ അവിടെയുണ്ട്. അവരോട് ഇനി അവരാകട്ടെ രഘൂത്തമ ഭക്ത സഞ്ജയാവൃതം, എല്ലാവരും ശ്രീരാമചന്ദ്രന്റെ ഭക്തന്മാരാണ്. അതാണ് രഘൂത്തമ ഭക്ത സഞ്ജയം. ആ കൂട്ടത്തോട് രാമമന്ത്ര അർത്ഥ വ്യാഖ്യാതൽപരം,
അവരോട് രാമമന്ത്രത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് തൽപരം ശിഷ്യന്മാർക്കായി കാമദം എന്നാൽ അവർ ആഗ്രഹിക്കുന്നത് എന്തും കൊടുക്കുന്ന ആ അഗസ്ത്യം, ആത്മാരാമം, തന്നിൽ രമിച്ചുകൊണ്ടിരിക്കുന്ന ആ മുനീശ്വരനെ ആരൂഢ വിനയം കൊണ്ട് ആനതവക്ത്രത്തോടും, വിനയം ഉള്ളിൽ യഥാർത്ഥത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ആനതവക്ത്രം, ശരീരവും മുഖവും ഒക്കെ കുനിഞ്ഞിട്ട് ആരാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. സുതീക്ഷ്ണ മഹർഷി അഗസ്ത്യ മഹർഷിയുടെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയാണ്. അപ്പോൾ സുതീക്ഷ്ണ മഹർഷി വരുന്ന സമയത്ത് അവിടെ ശ്രീരാമചന്ദ്രനെ കുറിച്ചാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രാമമന്ത്രത്തിൻ്റെ മഹാത്മ്യം ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന അഗസ്ത്യ മഹർഷിയുടെ അടുത്തേക്കാണ് സുതീക്ഷ്ണ മഹർഷി വരുന്നത്. എന്നിട്ട് പറഞ്ഞു, രാമനാം ദാശരഥി സോദരനോടും നിജഭാമിനിയോടും ഉണ്ട് ഇങ്ങാഗതനായിട്ട് ഇപ്പോൾ നിൽക്കുന്നു പുറത്തുഭാഗത്ത് കാരുണ്യാബ്ധേ നിൻ തൃക്കഴലിണ കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ. അങ്ങയെ കാണാൻ വന്ന് ഭക്തിയോടെ വന്ദിക്കാൻ വേണ്ടി അവർ പുറത്ത് കാത്തു നിൽപ്പുണ്ട്. അപ്പോൾ അഗസ്ത്യ മഹർഷി എല്ലാം അറിഞ്ഞിരിക്കുന്നു. അതാണ് മുൻപേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ. കുംഭം കുടത്തിൽ നിന്ന് ജനിച്ചവനാണ് അഗസ്ത്യ മഹർഷി. അതുകൊണ്ട് മഹർഷിയെ സൂചിപ്പിക്കുമ്പോൾ പലപ്പോഴും കുംഭസംഭവൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ തൻ്റെ അകക്കാമ്പിൽ, തൻ്റെ ഉള്ളിൽ മുൻപേ തന്നെ ഈ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞിരിക്കുന്ന അദ്ദേഹം എങ്കിലും പുനരെങ്കിലും അരുൾ ചെയ്താൻ. എങ്കിലും ഇങ്ങനെ പറഞ്ഞു, ഭദ്രം തേ രഘുനാഥം ആനയ ക്ഷിപ്രം. രഘുനാഥനെ ക്ഷിപ്രം, വളരെ പെട്ടെന്ന് ആനയ, ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഭദ്രം, നിനക്ക് മംഗളം ഭവിക്കട്ടെ. രാമഭദ്രം മേ ഹൃദി സ്ഥിതം. ഇനി രാമഭദ്രനായിട്ടുള്ള ആ ഭഗവാൻ മേ ഹൃദി സ്ഥിതം, എൻ്റെ ഹൃദയത്തിൽ എന്നും സ്ഥിതി ചെയ്യുന്ന ആ ഭക്തവത്സലം ദേവം, ഭക്തവത്സലനായിട്ടുള്ള ആ ദേവനെ പാർത്തിരുന്നിടുന്നു ഞാൻ. എത്ര നാളുണ്ട് കാണാൻ, എത്ര നാളായി ആ ഭഗവാനെ ഒന്ന് കാണാൻ വേണ്ടി പാർത്തിരുന്നിടുന്നു. അതും പ്രാർത്ഥിച്ച് സദാകാലം ധ്യാനിച്ച് രാമരൂപം. എൻ്റെ ഉള്ളിൽ ആ രാമരൂപത്തെ അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. രാമേതി രാമമന്ത്രവും ജപിച്ച് അതികോമളം കാളമേഘശ്യാമളം. കാളമേഘം, കറുത്തിരുണ്ട മേഘങ്ങൾ, അതിന് തുല്യമായ സുന്ദരമായ ആ ദേഹത്തോടുകൂടിയ നളിനാക്ഷം, താമരക്കണ്ണനായ ആ ഭഗവാനെ എനിക്ക് കാണണം, പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരൂ. ഇതി ഉക്രുവ എന്ന് പറഞ്ഞിട്ട് സരഭസമുത്ഥായ, വളരെ പെട്ടെന്ന് മഹർഷിയും എഴുന്നേറ്റ് മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തമത്യന്ത ഭക്തിയ, മറ്റ് മുനിശ്രേഷ്ഠന്മാരുടെ മധ്യത്തിൽ അത്യന്ത ഭക്തിയ, ഉള്ളിൽ അത്യന്ത ഭക്തിയോടുകൂടി മുനിസത്തമരോടും നിജ ശിഷ്യസഞ്ചയത്തോടും തൻ്റെ ശിഷ്യന്മാരോടും ഗത്വ, പോയിട്ട് നേരെ കാണാൻ പോയി. എന്നിട്ട് ശ്രീരാമചന്ദ്രവക്ത്രം പാർത്ത് അരുൾ ചെയ്താൻ. നേരിട്ട് കണ്ടിങ്ങനെ പറഞ്ഞു, ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്രം. സ്തുതിക്കുകയാണ് ഭഗവാനെ, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. മേ ദിഷ്ട്യ, എൻ്റെ ഭാഗ്യം കൊണ്ട് ചിരം അദ്യൈവ സമാഗമം, വളരെ കാലമായി ഞാൻ കാത്തിരിക്കുന്ന ആ ഒരു മുഹൂർത്തം, അദ്യയേവ, ഇന്ന് തന്നെ ആ ഒരു സമാഗമം, യോഗ്യനായിരിപ്പോരിഷ്ട അതിഥി, ഞാൻ ആരുടെ സമാഗമത്തെ ആഗ്രഹിച്ചുകൊണ്ടാണോ നിൽക്കുന്നത്, ആ അതിഥി ഇതാ ബലാൽ, വളരെ ബലാത്കാരേണ, എന്നാൽ എനിക്ക് അത്രയും നമ്മൾ ഒരുപാട് കാത്തിരുന്ന് ഒരു സംഭവം നടക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ആഹ്ലാദ അതിരേകം, ബലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായതു, എൻ്റെ ഭാഗ്യം പൂർണ്ണമായതുകൊണ്ടാണ് അങ്ങിവിടെ വന്നത്. അദ്യ വാസരം, അദ്യ ഇന്നത്തെ വാസരം ദിവസം, മമ സഫലം, എനിക്ക് സഫലമായി, എൻ്റെ ഇന്നത്തെ ദിവസം
സഫലമായി. അത്രയല്ല, മാത്രമല്ല തപസ്സാഫല്യവും വന്നിതു ജഗത്പതേ, എൻ്റെ തപസ്സിന് പോലും ഇതാ ഇന്ന് സാഫല്യം വന്നിരിക്കുന്നു. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്വിതം കുമ്പിട്ട് ഭക്ത്യാ ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ അവർ 3 പേരും അഗസ്ത്യ മഹർഷിയെ ദണ്ഡ നമസ്കാരം ചെയ്ത് നമസ്കരിച്ചു. കുംഭജന്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു. അഗസ്ത്യ മഹർഷി അവരെയൊക്കെ എഴുന്നേൽപ്പിച്ചു. ശീഘ്രം ഗാഠാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും. ഗൂഢപാദീശ അംശജനായ അനന്തന്റെ അംശജനായ ലക്ഷ്മണനെയും ഇവരെയൊക്കെ ആലിംഗനം ചെയ്തതിൻ്റെ ആ ഗാത്രസ്പർശനപരം, അവരുടെ ആ ശരീരത്തെ സ്പർശിച്ചപ്പോൾ ഉണ്ടായ പരമാഹ്ലാദം, അത്രയധികമായ ആഹ്ലാദത്താൽ ജാതം ഉണ്ടായ സ്രവന്നേത്രകീലാൽ കണ്ണുനീരാൽ ആകുലനായ ആഹ്ലാദവും സംഭ്രമവും എല്ലാം കൂടി ചേർന്ന ഒരു ഭാവം. അങ്ങനെയുള്ള ആ താപസവരൻ ഏകേന കരേണ, ഒരു കരം കൊണ്ട് സംഗൃഹ്യ രോമാഞ്ചന്യുതം, ഒരു കൈകൊണ്ട് സംഗൃഹ്യ പിടിച്ചിട്ട് രോമാഞ്ചന്വിതം, രോമാഞ്ചം വരികയാണ്. രാഘവനുടെ കരപങ്കജം, ശ്രീരാമചന്ദ്രന്റെ ആ താമര പോലെയുള്ള കൈകൾ അങ്ങനെ അതിദ്രുതം ഇങ്ങനെ എടുത്തു പിടിച്ചപ്പോൾ രോമാഞ്ചപുളകിതനായി എന്നാണ്. എന്നിട്ട് സ്വാശ്രമം ജഗാമ ഹൃഷ്ടാത്മന, അങ്ങനെ തൻ്റെ ആശ്രമത്തിലേക്ക് ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് മുനിശ്രേഷ്ഠൻ ആശ്രിതജനപ്രിയനായ വിശ്വേശം രാമം. അങ്ങനെ ആശ്രിതജനപ്രിയനായ ആ വിശ്വേശനായിരിക്കുന്ന രാമനെ പാദ്യ അർഘ്യ ആസന മധുപർക്ക മുഖ്യങ്ങളും ആപാദ്യ, പാദ്യം കാൽ കഴുകിക്കാനുള്ള വെള്ളം, പൂജിക്കാനുള്ള വെള്ളം, നല്ലൊരു ഇരിപ്പിടം കൊടുത്തു. പിന്നീട് മധുപർക്ക മുഖ്യങ്ങൾ, തേനും മറ്റു മധുര പലഹാരങ്ങളും അവിടെ കിട്ടുന്ന, ആ വനത്തിൽ കിട്ടുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് സംപൂജ്യ, പൂജിച്ചിട്ട് സുഖമായി ഉപവിഷ്ടം നാഥം, അങ്ങനെ സുഖമായിട്ട് അവിടെ ഇരിക്കുന്ന ആ നാഥനെ വന്യഭോജ്യങ്ങൾ കൊണ്ട് സാദരം ഭുജിപ്പിച്ചു. പിന്നെ വളരെ വിശദമായിട്ടുള്ള ഭക്ഷണമൊക്കെ ഒരുക്കിക്കൊടുത്തിട്ട് ധന്യനാം തപോധനൻ, അങ്ങനെ ധന്യനായ ആ അഗസ്ത്യ മഹർഷി ഏകാന്തേ ചൊല്ലിയിടിനാൻ. അങ്ങനെ ശ്രീരാമചന്ദ്രനെ മാത്രം കിട്ടിയപ്പോൾ ഇപ്രകാരം പറഞ്ഞു.